കുമ്പളത്താമണ്ണിൽ നട്ടുച്ചയ്ക്ക് നാടിനെ വീണ്ടും നടുക്കിയ ഒരു സംഭവം. കടുവ വീണ്ടും നാട്ടിലിറങ്ങിയിരിക്കുന്നു. ഈ തവണ അവൻ തെരഞ്ഞെടുത്തത് ഒരു ആടിനെയാണ്. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ ജംഗിൾ ബുക്ക് ഫാമിന് മുന്നിലായി മേയാൻ വിട്ട മലബാറി ബീറ്റിൽ ക്രോസ് ഇനത്തിൽപ്പെട്ട 30,000-ൽ പരം വില വരുന്ന ഒരു ആടിനെ ആ ആട്ടിൻകൂട്ടത്തിൽ നിന്നും നിമിഷ നേരം കൊണ്ട് കടുവ തന്റെ ഇരയായി തെരഞ്ഞെടുത്തു. സംഭവ സമയത്ത് ആടുകളെ തീറ്റാൻ നിന്നിരുന്നത് ബീഹാർ സ്വദേശി ശിവയുടെ അടുത്തൂടെ പതുങ്ങിയെത്തിയ കടുവ ആട്ടിൻകൂട്ടത്തിലേക്ക് ചാടി വീണു. അവന്റെ മുന്നിൽ വെച്ചാണ് ആ ആടിനെ കടുവ ആക്രമിച്ചത്. കടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത് അവൻ നേർക്ക് നിന്ന് കണ്ടു. എന്നിട്ടുമൊട്ടും ഭയപ്പെടാതെ ശിവ കടുവയുടെ പിന്നാലെ തന്നെ പോയി. ആ നിമിഷം ആർക്കും വിശ്വസിക്കാൻ കഴിയാത്തൊരു ധൈര്യം അവനുണ്ടായിരുന്നിരിക്കണം. കടുവ ആടിനെ കടിച്ചു വലിച്ച് ഫാമിന് മുന്നിലെ പ്രധാന വഴിയിൽ കൊണ്ടിട്ട് ഒരു നിമിഷം ശിവയെ ഒന്ന് നോക്കി. ഭീഷണിപ്പെടുത്തുന്ന ആ ഒരു നോട്ടം. ഒരു പക്ഷേ ഒരു കണ്ണിന് കാഴ്ച കുറവായതുകൊണ്ടാവാം ആക്രമണം തുടങ്ങിയ സമയത്ത് കടുവ ശിവയെ ശ്രദ്ധിക്കാതെ പോയതും അവനെ ആക്രമിക്കാതിരുന്നതും. അതിനിടെ ഫാമിൽ നിന്ന് അളിയനും പെങ്ങളും ഓടിയെത്തി. അവരെ കണ്ടതോടെ കടുവ തന്റെ ഇരയുമായി പുല്ലുകൾക്കിടയിലേക്ക് മറിഞ്ഞു. ശേഷം ജനവാസികൾ മരത്തിൽ കയറി ചുറ്റും നിരീക്ഷിച്ചു. എവിടെയും കടുവയെ കണ്ടെത്താനായില്ല. വൈകാതെ തന്നെ വനപാലകരും റാപ്പിഡ് റെസ്പോണ്ട് ടീമും സ്ഥലം സന്ദർശിച്ചു. തോക്കും ഷീൽഡും മറ്റ് സുരക്ഷാ ഉപകരണങ്ങളും സന്നദ്ധമാക്കി കടുവയ്ക്കായുള്ള തെരച്ചിൽ തുടങ്ങി. ഇരയെ വലിച്ചുകൊണ്ടുപോയ വഴിയിൽ അതിർത്തിയിലെ പാറകളിലും മണ്ണിലും ആടിന്റെ രോമം പറ്റിപ്പിടിച്ചിരുന്നു, കൂടെ ചോരപ്പാടുകളും. അവ വനപാലകർക്ക് കടുവയെ പിന്തുടരാൻ വഴിയൊരുക്കി. അല്പസമയത്തെ തെരച്ചിലിനൊടുവിൽ ആടിന്റെ ജഡം കാടിനുള്ളിൽ കണ്ടെത്തി. അപ്പോഴേക്കും ആടിന്റെ ഒരു കാൽ മുഴുവനും കടുവ ഭക്ഷിച്ചു കഴിഞ്ഞിരുന്നു. ജഡം കണ്ടെത്തിയത് നമ്മൾ നേരത്തെ കടുവയ്ക്കായി വെച്ച കെണിയുടെ അടുത്ത പ്രദേശത്ത് തന്നെ ആയിരുന്നത് കൊണ്ട് തന്നെ ആ സമയം ബാക്കിയുണ്ടായിരുന്ന ജഡം കെണിക്കുള്ളിലേക്ക് മാറ്റാൻ വനപാലകർ തീരുമാനിച്ചു. സാധാരണ ഇരയെ വെക്കുന്നത് 2 അറകളുള്ള കെണിയുടെ ചെറിയ കൂട്ടിലായിരിക്കും. ആ ഇരയെ ഭക്ഷിക്കാൻ വലിയ കൂട്ടിലേക്ക് കയറുന്ന കടുവ അകത്തെ പലകയിൽ ചവിട്ടുമ്പോൾ കെണിയുടെ വാതിൽ അടയുന്നു. പക്ഷേ ഈ തവണ ഒരു വ്യത്യസ്ത തീരുമാനം. ആടിന്റെ ജീവൻ ഇതിനകം നഷ്ടപ്പെട്ടതുകൊണ്ടും കടുവ കെണിയിൽ വീഴാനുള്ള സാധ്യത കൂട്ടാനും വേണ്ടിയിട്ടാണ് ഇരയെ കെണിയുടെ പ്രധാന കൂട്ടിൽ തന്നെ വെക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ ഇരയെ കെണിക്കുള്ളിൽ വെച്ചു. കൂടിന്റെ വശങ്ങളെല്ലാം മറച്ച ശേഷം വനപാലകർ അവിടെ നിന്നും മടങ്ങി. ഇനി എന്ത്? ഈ തവണ കടുവ തന്റെ ഇരയ്ക്കായി കെണിക്കുള്ളിൽ കയറുമോ? കടുവ കെണിയിൽ വീഴുമെന്ന് എന്തെന്നില്ലാത്തൊരു വിശ്വാസം ജനങ്ങൾക്കിടയിൽ പരന്നു. ശേഷം അവൻ വന്നു തന്റെ ഇരയെ തേടി. ഇന്ന് രാവിലെ നടന്ന അടുത്ത സംഭവ വികാസങ്ങൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തും. സ്റ്റേ ട്യൂൺഡ്.